ഹായ് മക്കളെ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ചട്പട്ട് ഓർ നടുക്കട് എന്ന പാഠഭാഗത്തിലെ 3-ാം പാർട്ട്, നമ്മളിതിൻ്റെ മുന്നേ ഒരുപാട് ഭാഗം നമ്മൾ വായിച്ചു വെച്ചു, 2 പാർട്ടുകളായിട്ട് വായിച്ചു വെച്ചു. അവസാനത്തിൽ നമ്മൾ പഠിച്ചു. അവസാനത്തെ പാരഗ്രാഫിൽ ഈ കുട്ടി നടുക്കടെന്ന് പറയുന്ന കുട്ടിയെ പുഴയിൽ വീണിട്ട് ഒഴുകി പോകുന്നു. ഇത് കാണുമ്പം ആ ചേട്ടനുണ്ടാകുന്ന ആ ഒരു, അല്ലെങ്കിൽ തൻ്റെ ഏട്ടൻ ആകുന്ന ചട്പട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള പ്രവൃത്തിയാണ് നമുക്കിതിൽ ഇനി അടുത്തതായിട്ട് വായിക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ പാഠഭാഗത്തിലേക്കൊന്ന് പോയാലോ? നമ്മൾ നടുക്കട് ഇങ്ങനെ ഒഴുകി പോവാണ്. അപ്പം ചട്പട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ നദിയിലേക്ക് ഇറങ്ങാണ്. നമുക്കത് നോക്കാം. ചട്പടുക്കോ ചട്പടിന് തൈർന ആത്താത, നീന്താൻ അറിയാമായിരുന്നു. ചട്പടിന് തൈർന ആത്താത, നീന്താൻ അറിയാമായിരുന്നു. ഉസ്നെ അവൻ ചട് വളരെ പെട്ടെന്ന് തന്നെ അപ്നാ ബസ്ത, തൻ്റെ ബാഗ് എന്ത് ചെയ്തിട്ടുണ്ട്? പീട്ട് സേ, അവൻ്റെ പുറത്ത് നിന്ന് ഉദാർക്കർ അയച്ചിട്ട് അല്ലെങ്കിൽ ഊരിയിട്ട് പുൽക്കി മുണ്ടേർ പർ രഖ, ആ പാലത്തിൻ്റെ ആ കൈവരിയിൽ അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ ആ പാരപ്പറ്റ് എന്നൊക്കെ പറയും, അതിലെന്ത് ചെയ്തിട്ടുണ്ട്? രഖ വെച്ചു. ഓർ എന്നിട്ടോ നദിയിലേക്ക് കൂതുപട, നേരെ നദിയിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് തൊടി ദൂർ തൈർനേക്കെ ബാദ്, തൊടി അല്പം, കുറച്ച്, ഒരിത്തിരി ദൂരെ തൈർനേക്കെ ബാദ്, നീന്തിയതിന് ശേഷം, അല്ലെങ്കിൽ അല്പം നീന്തിയതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം എന്ത് ചെയ്തു? ഉസ്നെ അവൻ നടുക്കടിനെ പക്കടില്ല, പിടിച്ചു. അവൻ കുറച്ച് നേരം നീന്തിയിട്ട് എന്ത് ചെയ്തു? നടുക്കടിനെ പോയിട്ട് പിടിച്ചിട്ടോ എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. ഓർ കിനാരെ പർലെ ആയ, നേരെ തീരത്തേക്ക് കൊണ്ടുവന്നു. പക്കടില്ല പിടിച്ചു. ഓർ കിനാരെ പർലെ ആയ, നേരെ തീരത്തേക്ക് അവനെ കൊണ്ടുവരികയും ചെയ്തു. എന്നിട്ട് ചട്പടിന് ഇത്ന ഗുസ്സ ആരഹാദ, അവൻ ഇത്രത്തോളം ദേഷ്യം, ഗുസ്സാറിന ദേഷ്യം, ഇത്ന ഗുസ്സ ആരഹാദ, അവൻ ഇത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത്ന ഗുസ്സ, ഇത്രത്തോളം ദേഷ്യം, ആരഹാദ വന്നിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ദേഷ്യം അവന് വന്നിട്ടുള്ളത്? കി, എത്രത്തോളം എന്നാൽ നടുക്കടുക്കോ, അവൻ നടുക്കടിനെ എന്താ ചെയ്തിട്ടുള്ളത്? എന്താ പറഞ്ഞാൽ? നടുക്കടിനെ ദോ ചാപ്പട് ലഗായി, 2 അടി അങ്ങോട്ട് ലഗായി വെച്ച് കൊടുത്തു. ചാപ്പടാണ് അടിക്കുക. ദോ ചാപ്പട് ലഗായി, അവന് 2 അടി വെച്ച് കൊടുത്തു. എന്നാൽ നടുക്കട് ഇത്ന ഡറ, അവൻ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ പേടിച്ചിരുന്നു. ഓർ അത് മാത്രമല്ല, പിന്നെയോ ഗബരായ ഹുവാദ, അതിലുപരി അവൻ എന്താവുകയും ചെയ്തിട്ടുണ്ട്? നല്ല പോലെ പരിഭ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഗബരായ ഹുവാദ, നല്ല പോലെ പരിഭ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കി, അതുകൊണ്ട് തന്നെ എന്താണ് കി എന്തെന്നാൽ, ഉസ്സേ ചോട്ടേ ബായി പർ, അവന് ആ ചെറിയ ആ സഹോദരനിൽ എന്തുണ്ടായി? പ്യാർ ആകയ, ആ സ്നേഹം വന്നു. അതായത് 2 അടിയങ്ങൾ വെച്ചു കൊടുത്തുവെങ്കിലും അവൻ്റെ പേടിയും അവൻ്റെ ആ പരിഭ്രമവും ഒക്കെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? പിന്നെ അവനെ അടിക്കാൻ തോന്നിയില്ല. അവനെന്താക്കി? അവനോട് കൂടുതൽ സ്നേഹം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ അടിച്ചൊന്നും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഉസ്നെ അവൻ നടുക്കടിൻ്റെ ഹാത്ത് പക്കെടുക്കുക. പിന്നെ ആ സ്നേഹം തോന്നിയപ്പോൾ ഉണ്ടായത് എന്താ? നടുക്കടിൻ്റെ ഹാത്ത് പക്കടേ ഉസ്ക ബസ്ത, അവൻ്റെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഉസ്ക ബസ്ത, അവൻ്റെ ബാഗ് ഉഠായ, എടുത്തു. ഓർ എന്നിട്ട് പുൽ തക്ക്, ആ പാലം വരെ, പഹുഞ്ചാനെ വാലി, ആ എത്തിച്ചേരാനുള്ള ചടായി ചടനയിലക, ആ കയറ്റം കയറാൻ തുടങ്ങി, ആ സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. കയറ്റം കയറാനാണ് ഏറ്റവും ബെറ്റർ. അവിടെ കയറ്റം എന്തായി? കയറാൻ തുടങ്ങി. അടിയിൽ നിന്ന് ആ പാലത്തിൻ്റെ മുകൾക്ക് എത്തുന്ന കയറ്റം ഉണ്ടല്ലോ, ആ കയറ്റം ഇങ്ങനെ കയറാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവന് ഭയങ്കര ദേഷ്യമായി. അവൻ എന്ത് ചെയ്തു? 2 അടിയൊക്കെ കൊടുത്തു. പക്ഷേ അടിച്ചു എങ്കിലും പിന്നീട് അവനതൊരു സങ്കടമായി. കാരണം എന്താ പറഞ്ഞാൽ അവൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു ചെറുക്കൻ അല്ലേ? അതിലുപരി പരിഭ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തില്ല? കൂടുതൽ അവൻ അടിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? അവനെ നല്ലപോലെ ഒന്ന് സ്നേഹിക്കും. അതായത് അവനോട് സ്നേഹം ഉണ്ടായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? കൈ പിടിച്ചുകൊണ്ട് ആ ബാഗും എടുത്തിട്ട് അവരെന്ത് ചെയ്തു? അവിടുന്ന് അടിയിൽ നിന്ന് നേരെ മേലേക്ക് പാലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി, അല്ലെങ്കിൽ കയറി. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം.
പുൽപ്പർ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, പാലത്തിൻ്റെ മുകളിലേക്ക് പഹൂഞ്ചാഹീത അവർ എത്തിയപ്പോൾ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കി നടുക്കട് ആ സമയത്ത് അതിൻ്റെ മുകളിൽ എത്തിയപ്പം നടുക്കട് അജാനക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഗലാഫാടുക്കർ അവൻ്റെ തൊണ്ട കീറുന്ന ആ ഒരു തരത്തിൽ, അതായത് വാവിട്ടുകൊണ്ട് ഉറക്ക കരയുക, തൊണ്ട കീറിക്കരയുക എന്നൊക്കെ പറയും നമ്മളല്ലേ. അതെന്തിട്ടുണ്ട്, ആ തൊണ്ട ചീറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രോനയിലക അവൻ കരയാൻ തുടങ്ങി. അപ്പം ഗലാഫാഡ്കർ രോനയിലക അലറിയിട്ട് കരയാൻ തുടങ്ങി, തൊണ്ട കീറി കരയാൻ തുടങ്ങി. ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ. ഝട്പട് നേ കഹ, ഝട്പട് പറഞ്ഞു, അപ്പം ഇനി തും ജാനേ സെ ബച്ച് ഗയേ ഓ, നീ ആ ഒഴുക്കിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടില്ലേ. ഫിർ പിന്നെ ക്യോം രോ രഹേ ഹോ, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയണത്. അവൻ ചോദിക്കുന്നു, എടാ എന്തിനാ നീ കരയണത്, ആ ഒഴുക്കുന്ന പോയി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് കയറി ഇവിടേക്കെത്തിയില്ലേ, പാലത്തുമ്മക്ക് എത്തിയില്ലേ, പിന്നെ എന്തിനാ നീ കരയണത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവനോട് ഏട്ടനാകുന്ന ഛട്പട് ചോദിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഛട്പടിനോട് നടുക്കർ റീപ്ലൈ കൊടുക്കണം. എന്താ റീപ്ലൈ കൊടുക്കുന്നത്, നടുക്കടിനെ രോത്തേ രോത്തേ കഹ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, കരഞ്ഞിട്ട് തന്നെ അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്, തും ഘർ ജാക്കർ, നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ചെന്നാൽ മാംസേ അമ്മയോട് മേരി ശിക്കായത്ത് കരോഗെ, എന്നെക്കുറിച്ചുള്ള പരാതി പറയൂലേ. നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ഞാനിവിടെ തോട്ടിച്ചാടിയതും കളിച്ചതും ഒഴുകിപ്പോയതൊക്കെ ഉള്ള പരാതി നിങ്ങൾ എന്താക്കൂലേ, അമ്മയോട് പറയില്ലേ. അത് ഓർത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, കരയണതെന്ന് അവൻ നടുക്കട് ഛട്പടിനോട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അങ്ങനെ പറഞ്ഞപ്പം എന്ത് ചെയ്ത്, ഈ അഗർ ന കരും തോ, അല്ലേ, ഒരുപക്ഷെ അങ്ങനെ ഇല്ലെങ്കിലോ, അതായത് ഞാൻ അമ്മയോട് പറയില്ലെങ്കിലോ, തോ ജോ കഹോ, അല്ലേ, ഇതൊന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറയണില്ല, അമ്മയോട് വെള്ളത്തിൽ ചാടിയത് ഒഴുകിപ്പോയതൊന്നും അമ്മയോട് ഞാൻ പറയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പം പറയണം, നടുക്കടുക്കാരോന, ആ സമയത്ത് നടുക്കടിൻ്റെ ആ കരയിൽ ബന്ദ് ഹോഗയ, അവസാനിച്ചു, അതായത് അവൻ കരച്ചിൽ നിർത്തിയെന്നർത്ഥം. അവൻ പറഞ്ഞു, ഞാൻ അമ്മയോട് പറയില്ലടാ, ഞാൻ അമ്മയോട് പറയില്ലെങ്കിൽ എന്താ വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, അവൻ്റെ കരച്ചിൽ അവിടെ നിന്നു, അല്ലേ. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, വലിയ ആ ഏട്ടൻ കുഞ്ഞിനോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്, മുജെ കാഗസ് കി നാവ്, എനിക്ക് തോണി, ഏത് പേപ്പർ തോണി ഉണ്ടല്ലോ, പേപ്പർ കൊണ്ടുള്ള തോണി, ബനാന നെയ്യാത്ത, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ബനാന നെയ്യാത്ത ഉണ്ടാക്കാൻ അറിയില്ല. മുജെ തും സിക്കാ ദോഗെ, നീ അതെന്നെ പഠിപ്പിക്കോ, ചെറിയ പഠിപ്പിച്ച് തരുമോ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ച് തരുമോ, അല്ലെ, സിക്കാതോങ്കി പഠിപ്പിച്ച് തരുമോ, കാതോങ്കി പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിലാണ് ആ സംസാരത്തിൻ്റെ രൂപം വരുന്നത്. അപ്പോൾ മുജെ കാഗസ് കി, എനിക്ക് പേപ്പറിൻ്റെ ആ നാവ് തോണി, ബനാന നെയ്യാത്ത ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അത് നീ എന്താക്കുമോ, തും സിക്കാതോങ്കി, നീ അതെന്നെ പഠിപ്പിച്ച് തരുമോ എന്ന് എന്ത് ചെയ്തു, ഏട്ടൻ ആ കുഞ്ഞിനോട് അല്ലെങ്കിൽ നടുക്കടിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, യെസ് ഉസ്മേ ക്യാ ഹൈ, ഓ അതിനെന്താ, അതിന് പ്രശ്നമില്ലല്ലോ, അല്ലേ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞുതരാം, ഓക്കെ, വലിയ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം നടുക്കട് തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു, നടുക്കട് ഗുഷ് ഹോക്കർ ബോല, അവൻ നടുക്കട് ഗുഷ് ഹോക്കർ ഹാപ്പിയോടുകൂടെ സന്തോഷത്തോടു കൂടെ ബോല അവനോട് പറഞ്ഞു, ചോദിക്കുക അല്ലെങ്കിൽ പറഞ്ഞു, എന്താ പറഞ്ഞേ, പർ മുജെ തൈർന നെഹി മാത്ത, പക്ഷേ മുജെ എനിക്ക് തൈർന നീന്താൻ നെഹി മാത്ത അറിയില്ല, എനിക്ക് നീന്താൻ അറിയില്ല ഏട്ടാ, അതുകൊണ്ട് ഏട്ടൻ എന്നെ തും സിക്കാദോഗെ, അത് ഏട്ടൻ എന്നെ പഠിപ്പിക്കുമോ. മറ്റവൻ ചോദിച്ചു, എനിക്ക് പേപ്പർ തോണി ഉണ്ടാക്കാൻ അറിയില്ല, അതുണ്ടാക്കാൻ നീ എന്നെ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോൾ മറ്റവൻ പറഞ്ഞു, ഞാൻ എന്തായാലും സഹായിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ തിരിച്ചിങ്ങോട്ടും ചോദിച്ചു, എന്താ ചോദിച്ചത്, എനിക്ക് നീന്താൻ അറിയില്ല ഏട്ടാ, അതുകൊണ്ട് എന്നെ നീന്തവും പഠിപ്പിച്ച് തരുമെന്ന് ഏട്ടനോട് എന്ത് ചെയ്തു, ആ കുട്ടി ചോദിക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, യെസ് ഉസ്മേ ക്യാ ഹൈ, ഓ അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം, വിഷയമുള്ള കേസല്ലല്ലോ, അല്ലേ, ഞാനത് എന്താക്കാം, പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. ചട്പട് മുസ്കുരാത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട്, ചട്പട് മുസ്കുരാത്തെ ഹുയെ, പുഞ്ചിരിച്ചുകൊണ്ട്, നടുക്കടിക്ക് ശബ്ദം കി, ആ നടുക്കടിൻ്റെ അതേ വാക്കുകളെ, നടുക്കട അവിടെ പറഞ്ഞല്ലോ മുജെ ക്യാ പത്താ അല്ലെ ഉസ്മേ ക്യാ എന്നുള്ളത്, അതിനെന്താന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അതുപോലെ തന്നെ ആ ശബ്ദവും കി, ആ വാക്കുകളെ നക്കൽ കി എന്ത് ചെയ്തിട്ടുണ്ട്, അനുകരിച്ചു. ഓക്കെ. ഓർ എന്നിട്ടോ ദോനോം ഭായി, രണ്ട് സഹോദരന്മാരും ഹംസ് പടെ ചിരിച്ചു. എന്താ ഇവിടെ ഉണ്ടായത്, ഒരുത്തൻ പറഞ്ഞു എനിക്ക് തോണിയിട്ടുണ്ടാക്കാൻ പഠിപ്പിച്ചു ചോദിച്ചു, മറ്റവൻ പറഞ്ഞു നീന്താൻ പഠിപ്പിച്ചു ചോദിച്ചപ്പോൾ രണ്ടാളും ഒരേ സ്വരത്തിലാണ് പറഞ്ഞു, ഓ അതിനെന്താ എന്നുള്ളത്.
അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു, രണ്ടുപേരും കൂടി ചിരിച്ചു. ലേക്കിൻ എന്നാൽ ചട്പടിനെ ചട്പട് നടുക്കടിൻ്റെ ബസ്ത ബാഗ് ഉസേ പക്കടാക്കർ അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട്, അതായത് കയ്യിൽ പിടിപ്പിച്ചിട്ട് പുൽക്കി മുണ്ടേർ പെർസേ ആ പാലത്തിൻ്റെ ആ കൈവരിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പാരപ്പറ്റിൽ നിന്ന് അപ്നാ ബസ്ത തൻ്റെ ബാഗ് എന്താക്കി, ഉഠായ എന്നെടുത്തു, തോ എന്നിട്ട് ഏകദം ചിന്തിത് ഹോക്കർ ബോല കുറച്ചു നേരം ഒരു നിമിഷം എന്താക്കി, ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു. അവൻ എന്ത് ചെയ്ത്, തൻ്റെ ബാഗ്, ആ കുട്ടിയുടെ ബാഗ് അവൻ്റെ കയ്യിലാണല്ലോ, ആ ബാഗ് അവൻ എടുത്തു, അത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത്, അവൻ ആ കൈവരിയിൽ വെച്ചിരിക്കുന്ന ഏട്ടൻ്റെ ആ ബാഗ്, അതിൽ ചട്പൻ്റെ ആ ബാഗ് അവൻ എടുത്തിട്ട് ഒരു അല്പനിമിഷം അല്ലെങ്കിൽ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു. എന്താ ചിന്തിച്ചിട്ട് പറഞ്ഞത്, അരെ ചോട്ടേ, എടാ അനിയ, എടാ കുഞ്ഞേ, എടാ മോനെ, ഹം ദോനോം കെ നമ്മൾ രണ്ട് പേരുടെയും കപ്പടെ ഭീഗ് ഗയേ ഹേ നമ്മൾ രണ്ടുപേരുടെയും ആ ഡ്രസ്സ്, വസ്ത്രം അല്ലെങ്കിൽ യൂണിഫോം എന്തായിട്ടുണ്ട്, നനഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഹമേം നമുക്ക് ഭീഗേ കപ്പടോമേം ആ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ നനഞ്ഞ വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാം പൂച്ചേകി അമ്മ നമ്മോട് ചോദിക്കൂലേ, അങ്ങനെ പൂച്ചേകി ക്യാ കഹേങ്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും. ഈ കുട്ടീനോട് നേരെ അവൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഈ കുട്ടീനോട് പറഞ്ഞു, മോനെ നമ്മുടെ ഡ്രസ്സ് നനഞ്ഞിക്കണല്ലോ, അപ്പോൾ അമ്മ നമ്മോട് ചോദിക്കൂലേ എങ്ങനെ നിങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞു എന്നൊക്കെ ചോദിക്കുമല്ലോ, അപ്പോൾ അമ്മയോട് നമ്മൾ എന്ത് പറയും എന്ന് അവൻ ആ അനിയനോട് പറഞ്ഞപ്പം അവൻ പറഞ്ഞു കൊടുക്കുക. എന്താ പറഞ്ഞു കൊടുക്കുന്നത്, നോക്കിക്കോ, ഹാ ബഡേ, ഏയ് ഏട്ടാ അല്ലേ, അതേ ഏട്ടാ അല്ലേ, ഹബ് നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആലോചിച്ചിട്ട് അവൻ എന്ത് ചെയ്ത് നോക്കിയാൽ നടുക്കട് എക്ക് പൽ സോച്ച കുറച്ചു നേരം ഒരു നിമിഷം, നിമിഷം അല്ലെങ്കിൽ മൊമെൻറ്റ് സോച്ച ചിന്തിച്ചു, ഓർബോല പിന്നീട് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ ആലോചിച്ചിട്ട് എന്താക്കി, അവനോട് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്, വരൂ അല്ലേ, ദൗഡ് ലഗാത്തെ നമുക്ക് ഓടി തുടങ്ങാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത് നോക്കിയാൽ കപ്പടെ അപ്പനെ ആപ്പ് സൂപ്പ് ചായങ്ങി, അങ്ങനെ നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് കാറ്റ് കൊള്ളുമല്ലോ, ആ കാറ്റ് കൊള്ളുമ്പോൾ ആ നമ്മുടെ വസ്ത്രം എന്താകും, സ്വയം തന്നെ അത് ഉണങ്ങിക്കോളും. സൂപ്പ് ചായകി സ്വയം തന്നെ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ മറ്റൊന്ന് പറഞ്ഞു, യെസ് ടീക്ക് ടീക്ക് അത് ശരിയാണ്, നീ പറഞ്ഞ കാര്യം വളരെ നല്ല കാര്യമാണ്, വളരെ ശരിയാണ്. ചട്പട് അപ്നാ ബസ്ത തൻ്റെ ബാഗ് പീട്ട് പേർ തൻ്റെ പുറത്ത്, തൻ്റെ ആ ഷോൾഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് ടാങ്ക് തേവുയെ തൂക്കിയിട്ട് കൊണ്ട് പറഞ്ഞു. മറ്റും പറഞ്ഞു കൊടുത്തു. നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡ്രസ്സ് നനഞ്ഞെന്ന് അമ്മ ചോദിക്കൂലേ, അപ്പോൾ നമ്മൾ അമ്മയോട് എന്ത് പറയൂടാ എന്ന് ചോദിച്ചപ്പം ഏട്ടന് വലിയ ഐഡിയ പറഞ്ഞു കൊടുക്കുക, എടാ ചെറുക്ക അല്ലെങ്കിൽ ഏട്ടാ അതിന് പണിയുണ്ട്, നമുക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്യാം, അങ്ങനെ ഓടാം, ആ ഓടുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് എന്തായിക്കോളും, ഉണങ്ങിക്കോളും എന്ന് അവൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഓക്കെ, നല്ല ഐഡിയ അല്ലേ. ഇനി അടുത്ത പാരഗ്രാഫ് എന്താ പറയണത്, നടുക്കടും അപ്നാ ബസ്ത തൻ്റെ ബാഗ് പീട്ട് പെർ ടാങ്ക് ലിയ പുറത്ത് തൂക്കിയിട്ടു, അതായത് ബാക്കിൽ തൂക്കിയിട്ടു. ഓർ എന്നിട്ട് ചട്പടുക്കെ ഏട്ടനാകുന്ന ചട്പടിനെ ബറാബർ തുല്യമായിട്ട് സെയിം ആയിട്ട് എന്ത് ചെയ്തു, ഗഡേ ഹോക്കർ നിന്നുകൊണ്ട് ദൗഡ് ശുരു കർണേക്ക് ഓടാൻ വേണ്ടിയുള്ള ആ അന്താസ്മയം പോലെ ആ ഊഹത്തിൽ ആ തീരുമാനത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്, അവർ രണ്ടാൾ പേരും ഓടാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ആ ഓടാനുള്ള ആ ഉറച്ച തീരുമാനത്തിൽ അവർ പറയാണ്, 1 2 3 അല്ലേ, 1 2 3 1 2 3 എന്നിട്ടോ നമ്മൾ റെഡി 1 2 3 പറയുമല്ലോ, 1 2 3 ദോനോം ദൗഡ് പടേ രണ്ടാളും ഓടാൻ തുടങ്ങി. എങ്ങനെ ഓടാൻ തുടങ്ങിയത്, ആ ആകെ പീച്ചേനെയും ഒരാൾ മുന്നിലും ഒരാൾ ബാക്കിലും അല്ല, രണ്ടുപേരും എങ്ങനെയാണ് ഓടിയത്, ഏക്ക് ദൂസരേക്ക ഒരാൾ മറ്റൊരാളുടെ ഹാത്ത് പക്കടെ കൈ പിടിച്ചിട്ട് സാത്ത് ഒപ്പമാണ് ഓടിത്തുടങ്ങിയത് അല്ലെങ്കിൽ ഓടിയത്. ഒരാൾ മുന്നിൽ ഒരാൾ ബാക്കിലല്ല ഓടി, രണ്ടാളും കൈ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞത്, നടുക്കടും അപ്നാ ബസ്ത തൻ്റെ ബാഗ് പീട്ട് പെർ ടാങ്കിലിയ തൻ്റെ പുറകിലായിട്ട് എന്താക്കി തൂക്കിയിട്ടു. ഓർ ചട്പട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ചട്പടിനെ ബറാബർ
ഗഡേ ഹോക്കർ ഒപ്പം നിന്നുകൊണ്ട് സെയിം ആയിട്ട് അല്ലെങ്കിൽ ഒരേ ദിശയിൽ ഒരേപോലെ നിന്നുകൊണ്ട് ദൗഡ് ശുരു കർണേക്ക് അന്താസ് മേം പോലെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവർ പറഞ്ഞു 1 2 3 1 2 3 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് ദോനോം ദൗഡ് പടേ രണ്ടാളും ഓടാൻ തുടങ്ങി. എന്നിട്ടോ ആകെ പീച്ചെ നഹീം, ബാക്കിലും മുന്നിലും ആയിട്ടല്ല അവർ ഓടിയത്, പകരം എങ്ങനെയാണ് ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ ഹാത്ത് സാത്ത് സാത്ത്, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചുകൊണ്ട് ഒരുമിച്ചാണ് ഒപ്പമാണ് അവർ എന്ത് ചെയ്തത്, ഓടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഓടി തുടങ്ങിയത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ചോദിക്കുക. നമ്മുടെ ഈ ചാനലുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് അറിയിക്കണം. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ബൈ, സി യു, ടാറ്റാ.